ഗായ്സ്, റെക്കോർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. മച്ചന്മാർ ഞാനെന്ന് വന്നിരിക്കുന്നത് LLOP, അതായത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ട് ഡൗട്ടാണ് LLOPൻ്റെ സ്വിച്ച് സെൻസർ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ പുതിയ പുതിയ ഇൻഫർമേഷൻ നിങ്ങളോട് പെട്ടെന്ന് എത്തുള്ളൂ. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വരെ ഞാൻ വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ LLOP. അതായത് കിർലോസ്കറിൻ്റെ LLOP സെൻസറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് കിർലോസ്കറിൻ്റെ LLOP, ലോ ലോഗോയിൽ പ്രഷർ സെൻസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് രണ്ട് പോർട്ടുകളാണുള്ളത്. ഒന്ന് G ആൻഡ് WK. ഞാൻ അടുത്തുകൊണ്ട് കാണിച്ചത് ഇതുണ്ടോ, ഇതാണ് G സ്പോട്ട്. നമ്മൾ അടുത്തുകൊണ്ട് കാണിച്ചത് ഇതാണ് G സ്പോട്ട് ആൻഡ് ദിസ് ഈസ് WK. ഉണ്ടോ, WK എന്ന് എഴുതിയേക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടത്. ഇതാണ് WK എന്ന് പറഞ്ഞ സ്പോട്ട്. ഈ രണ്ട് സ്പോട്ടാണ് ഇതിൻ്റെ സ്വിച്ച് സെൻസറും. അപ്പോൾ ഇത് രണ്ടുമാണ് എഞ്ചിനെ ഓഫ് ചെയ്യുന്നതും അവിടെ നമ്മുടെ കൺട്രോളറിൽ ഓയിൽ പ്രഷർ, അതായത് ബാറിൽ സെൻസ് ചെയ്യുന്നതും ഈ രണ്ട് പോർട്ടുകളാണ്. അപ്പം ഇത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റോസ് വയർ വരുന്നതാണ് നമ്മുടെ WK എന്ന് എഴുതിയ ഭാഗമാണ് ഇതിൻ്റെ സ്വിച്ച്, അതായത് LLOPൻ്റെ സ്വിച്ചായിട്ട് പ്രവർത്തിക്കുന്നത് ഈ WK എന്ന് പറഞ്ഞ ഭാഗമാണ്. അതായത് എൻജിൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഓയിൽ കുറയോ അല്ലെങ്കിൽ ഓയിൽ പ്രഷർ കുറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഈ സ്വിച്ചാണ് ഇതിനെ ട്രിപ്പ് ചെയ്യിക്കുന്നത്. അതായത് നമ്മൾ നെഗറ്റീവ് വോൾട്സ് കൊടുത്തു കഴിയുമ്പം ഈ സ്വിച്ചിൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് എൻജിൻ ട്രിപ്പ് ആയത് എൻജിനെ ഓഫ് ചെയ്യിക്കുന്നത് ഈ സ്വിച്ചാണ്. അതുപോലെ ഈ G എന്ന് എഴുതിയേക്കുന്ന പോർട്ട്, ഈ G എന്ന് എഴുതിയാണ് നമ്മുടെ പ്രഷർ സെൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൺട്രോളറിലോ ബാർ, അതായത് 6 ബാർ 5 ബാർ 4 ബാർ അങ്ങനെ ഓരോ ഓയിൽ പ്രഷറിൻ്റെ ബാറുകൾ ഈ G വഴിയാണ് ഈ ഗ്രേ കളർ, അതായത് കാപ്പി കളർ വയർ, അതായത് ബ്രൗൺ കളർ വയർ ഈ വഴിയാണ്, അതായത് G എന്ന് എഴുതിയ പോർട്ടാണ് നമ്മുടെ ഇത് സെൻസിങ്, അതായത് ഓയിൽ പ്രഷറിനെ സെൻസ് ചെയ്യുന്നത് ഈ G എന്ന് എഴുതിയ പോർട്ടാണ്. ഈ രണ്ട് പോർട്ടുകളേ ഉള്ളൂ. ചില സെൻസറുകൾക്ക് മൂന്നാമതൊരു പോർട്ട് കൂടെ ഉണ്ടാവും. 1 2 3 എന്ന് പറഞ്ഞ പോർട്ട് ഒരു നെഗറ്റീവും കൂടെ വന്ന് പഴയ ഇതൊക്കെ ഒരു നെഗറ്റീവും കൂടെ ഇതിനകത്ത് വരുന്ന കാണാം. മഹീന്ദ്രയ്ക്കും വേറെയാണ്. അപ്പോൾ കിർലോസ്കറിൻ്റെ സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. മഹീന്ദ്രയ്ക്ക് വേറെ എഞ്ചിനുകൾക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഏതൊക്കെ വേറെ എങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ കിർലോസ്കറിന് ഈ ഒരു സെൻസറും രണ്ട് ടൈപ്പ് വീഡിയോ സെൻസർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പഴയ മോഡൽ തന്നെയാണ്. ഇപ്പോൾ മില്ലിയാംസിൻ്റെയൊക്കെ സെൻസറുകൾ വരുന്നുണ്ട്. ഇത് പഴയ സെൻസറാണ് VDO, അതായത് Gയും WK എന്ന് പറഞ്ഞാൽ സ്വിച്ച്, G എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്, അതായത് സെൻസിങ്. ഇത് പ്രഷർ സെൻസ് ചെയ്യുന്നത് കൺട്രോളിന് ഈ G വഴിയാണ്. സ്വിച്ചാണ് WK. അതായത് പ്രഷർ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ട്രിപ്പ് ചെയ്യുന്നതാണ് ഈ സ്വിച്ച്. അപ്പം അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഓയിൽ എന്തെങ്കിലും പോവുമോ ഓയിൽ കുറവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് വഴി എഞ്ചിൻ ട്രിപ്പ് ചെയ്യിക്കും. അതായത് സെൻസറിൻ്റെ ഡ്യൂട്ടി. അതായത് ഓയിൽ എന്തെങ്കിലും കാണാം, ഫിൽറ്റർ പൊട്ടിയിട്ടോ പൈപ്പുകൾ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ഡ്രെയിൻ വഴി എന്തെങ്കിലും ഓയിൽ കുറഞ്ഞു, ഓയിൽ ഫുള്ളായിട്ട് നമ്മുടെ സമ്പിൽ നിന്ന് പോവുക ചെയ്യുമ്പം സ്വിച്ചിന് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിനെ ട്രിപ്പ് ചെയ്യിക്കുക. അതായത് എഞ്ചിൻ സീസാവർ, എഞ്ചിൻ പുകയാതിരിക്കാൻ വേണ്ടി ലൂബ്രിക്കൻ്റ് കറക്റ്റ് നടക്കുമല്ലോ, അപ്പം അതിനെ ട്രിപ്പ് ചെയ്യിക്കുന്നതാണ് ഈ സ്വിച്ചിൻ്റെ ദൗത്യം. അപ്പോൾ ഈ രണ്ട് പോർട്ടുകളെ നമ്മുടെ കിർലോസ്കറിനുള്ളൂ. അപ്പം ബാക്കി ഓരോ ജനറേറ്റർക്കും വ്യത്യസ്തമാണ്. ഏകദേശം സെയിം തന്നെയാണ് സ്വിച്ചും സെൻസറും ഒക്കെയാണ്. അപ്പം ഇതിന് കോമൺ ആയിട്ട് ഒറ്റ LLOP ഉള്ളൂ. LLOPയിൽ സ്വിച്ചും സെൻസറും ഒറ്റ ഒന്നായിട്ടാണ്. മഹീന്ദ്രയ്ക്ക് രണ്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. കിർലോസ്കറിൻ്റെ പഴയ ജനറേറ്ററിന് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐറ്റം ഉള്ളൂ. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഞ്ചിനെ ട്രിപ്പ് ചെയ്യിക്കുക, അതായത് ഓയിൽ കുറഞ്ഞ് കഴിഞ്ഞിട്ട് എഞ്ചിനെ ട്രിപ്പ് ചെയ്യിക്കുക, ഓയിലില്ലെങ്കിൽ എഞ്ചിനെ ട്രിപ്പ് ചെയ്യിക്കുക, മറ്റേ എത്ര ബാറുണ്ടെന്ന് നമ്മുടെ കൺട്രോളറിനെ സെൻസ് ചെയ്യിക്കുക, അതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. ഇപ്പം ഓരോ ബാറുകൾ എത്ര പ്രഷർ, അതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് മാനുവലായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു മീറ്റർ കിട്ടും. അപ്പം അത് മാനുവലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്കൊരു വയറുണ്ടെങ്കിൽ ഈ WKന് ഒരു നെഗറ്റീവ്, അതായത് ബാറ്ററി നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ എർത്ത്, അതായത് ഇതിലൊരു ഷോർട്ട് ചെയ്യുക, അതായത് ഇതിനൊരു വയർ കൊടുക്കുക, എഞ്ചിനിലോട്ട് ബാറ്ററി നെഗറ്റീവ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ട്രിപ്പ് ആകുന്നുണ്ട് നോക്കുക. അങ്ങനെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അതായത് നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.